CPL നാളിതുവരെയില്ലാത്ത പല മാറ്റങ്ങൾക്കും തുടക്കമായിരിക്കുകയാണ്. കാനം ചെയ്തതും തുടങ്ങിവെച്ചതുമായ പലതും തിരുത്തുകയാണ് ബിനോയ് വിശ്വം. അതുവഴി അനുരഞ്ജനമാണ് മാർഗമെന്ന് പ്രഖ്യാപിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി. സംസ്ഥാന കൗൺസിലിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിലെല്ലാം പ്രതിഫലിക്കുന്നത് ഇതേ മാറ്റമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന നേതൃഘടകം വേണ്ടെന്ന് വെച്ചത് സെക്രട്ടറിയായ ശേഷം കാനമെടുത്ത ആദ്യത്തെ പ്രധാന തീരുമാനമായിരുന്നു. 10 വർഷത്തിന് ശേഷം ബിനോയ് അത് തിരിച്ചു കൊണ്ടുവന്നു. അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ആയിരിക്കെ കാനവുമായി അകലുകയും 2022 തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിന് ശേഷം കാനം മുൻകൈ എടുത്തുകൊണ്ട് ഒഴിവാക്കുകയും ചെയ്ത സത്യൻ മൊകേരി വീണ്ടും അതേ പദവിയിലെത്തി. വെളിയം ഭാർഗവൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ഇസ്മയിൽ പക്ഷക്കാരനായ CN ചന്ദ്രനെ തിരുവനന്തപുരം സമ്മേളനത്തിന് ശേഷം നിർവാഹക സമിതിയിൽ നിന്നടക്കം കാനം തെറിപ്പിച്ചു. ആ ചന്ദ്രൻ ഇപ്പോൾ തിരിച്ചെത്തി. VS സുനിൽകുമാറും R ലതാദേവിയും കാനത്തിന്റെ നേതൃത്വത്തെ വിമർശിക്കാനുള്ള ഒരു അവസരവും പാഴാക്കിയില്ല. ഇരുവരെയും നിർവാഹക സമിതിയിൽ നിന്ന് അദ്ദേഹം മാറ്റി നിർത്തി. ഇപ്പോൾ ബിനോയ് അവർക്കായി വാതിൽ തുറക്കുകയാണ്. പാർട്ടിയുടെ നന്മയല്ലാതെ മറ്റൊരു താല്പര്യവും തനിക്കില്ല എന്നും ഐക്യത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് വലിയ ഭാവിയുണ്ടെന്നും അതാവണം നമ്മുടെ വഴിയെന്നും നേതൃയോഗത്തിൽ ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു. ഇസ്മായിലിനോട് അനുരഞ്ജനത്തിനില്ല എന്നും എന്നാൽ ഒപ്പം നിന്നതിന്റെ പേരിൽ ഐത്തമില്ല എന്ന പ്രഖ്യാപനമാണ് സെക്രട്ടറി നടത്തുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരിച്ചു കൊണ്ടുവരാനുള്ള നിർദ്ദേശം കൗൺസിലിൽ കടുത്ത വാദപ്രതിവാദങ്ങൾക്ക് കാരണമായി. 2014 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബെനറ്റ് എബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിന്റെ പേരിൽ സെക്രട്ടേറിയറ്റിനെ ആകെ പാർട്ടിക്കകത്ത് താക്കീത് ചെയ്തതുകൂടി കണക്കിലെടുത്ത സംഘടനാ കമ്മീഷനാണ് ആ ഘടകം വേണ്ട എന്ന ശുപാർശ കാനത്തിന്റെ നേതൃത്വത്തിന് നൽകിയത്. സെക്രട്ടേറിയറ്റ് എന്ത് തീരുമാനിച്ചാലും നിർവാഹക സമിതി അടക്കം നടപ്പാക്കേണ്ടി വരുന്നതിന്റെ അനൗചിത്യം വിമർശകർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കൗൺസിലിന്റെയും നിർവാഹക സമിതിയുടെയും അധികാരം തുടർന്നും സെക്രട്ടേറിയറ്റ് കവരുമെന്നും ചൂണ്ടിക്കാട്ടപ്പെട്ടു. എന്നാൽ ഇപ്പോൾ പാർട്ടി സെന്ററുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പലതും സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരും മാത്രം ചേർന്നുകൊണ്ട് എടുക്കുന്ന സമിതിയുണ്ട് എന്നും അതിന് പോംവഴി സെക്രട്ടേറിയറ്റ് ആണെന്നും മറുവാദം കനത്തു. ഓരോ ഘടകത്തിന്റെയും അധികാരവും പ്രാധാന്യവും ഉറപ്പുവരുത്തുമെന്ന് ബിനോയ് വിശ്വം ഒടുവിൽ ഉറപ്പും നൽകി. പുതിയ ആളുകളെ ഉൾപ്പെടുത്താനായി 21 അംഗ നിർവാഹക സമിതി 25ആയി വർദ്ധിപ്പിച്ചതുകൂടി കണക്കിലെടുത്താണ് 11 അംഗങ്ങൾ മാത്രമുള്ള സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചത്. എല്ലാ ആഴ്ചയും ഇത് ചേരും. അസിസ്റ്റന്റ് സെക്രട്ടറിയായ സത്യൻ മൊകേരി കേന്ദ്ര കൺട്രോൾ കമ്മീഷൻ അംഗമായി തുടരുന്നതിൽ കേന്ദ്ര നേതൃത്വം വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര പദവിയിൽ നിന്നൊഴിയും. ജില്ലാ സെക്രട്ടറിമാരിൽ ചിറ്റയം ഗോപകുമാറിനെ മാറ്റം നിർവാഹക സമിതിയിൽ ഉൾപ്പെടുത്തിയത് വഴി പത്തനംതിട്ടയിൽ പുതിയ ജില്ലാ സെക്രട്ടറിക്ക് സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്.